ഇന്നുണ്ടല്ലോ എന്റെ വീട്ടിലെ നോമ്പ് തുറന്റെ തലേ ദിവസമാണ് കേട്ടോ. നോമ്പായതുകൊണ്ട് ഉച്ചക്കാണ് എണീച്ച് ബെഡൊക്കെ റെഡിയാക്കിയത് കേട്ടോ. എന്നിട്ട് കുളിച്ചു മാറ്റി പോണതേ വാപ്പന്റെ മുന്നിൽ സാധനം വാങ്ങാനാണ്. എന്റെ വാപ്പക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇഷ്ടേ അല്ലാത്തോണ്ട് വാപ്പ കാണാതെ ഒളിച്ചും പാത്തും എടുത്ത വീഡിയോസ് ആണ് കേട്ടോ. അതൊക്കെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നോമ്പ് തുറയായതുകൊണ്ട് അത്യാവശ്യം വലിയൊരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് അധിക സാധനങ്ങൾ ഇന്ന് വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഷോപ്പിങ്ങിന് വരേണ്ട ആളല്ല, പക്ഷെ വെറുതെ ഇരുന്നപ്പോ ഞാൻ തന്നെ പറഞ്ഞു ഞാനും പോരുണ്ട്. പറഞ്ഞു കുടുങ്ങിയ പോലെ ആയിപ്പോയി എനിക്ക്. അവിടെ എത്തി ഒരു 3 മണിക്കൂർ ആ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ ഇരുന്നപ്പോക്കിന് പോവണ്ടില്ലായിരുന്നായിപ്പോയി. വന്നപ്പോ തന്നെ വാപ്പയമ്മ തറവാട്ടിലേക്ക് പോയി ഒരാവശ്യത്തിന്. അപ്പൊ എനിക്ക് ചെറിയ ചെറിയ പണികളൊക്കെ ഉമ്മ തന്നിരുന്നു, അടുപ്പത്തുള്ള സാധനങ്ങൾ ഇളക്കാനൊക്കെ. അല്ലാതെ നേരത്തെ കണ്ട ചാക്കെടുത്ത് പൊക്കാനൊന്നും അല്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് ഇതന്നെ വലിയൊരു പണിയായിരുന്നു. ഉമ്മ പറഞ്ഞ പോലെ ഇടയ്ക്ക് അതൊക്കെ ഒന്ന് പോയി ഇളക്കി സഹായിച്ചൊക്കെ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അന്നത്തെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കണ ഒരു തിരക്കേന് കേട്ടോ. എനിക്കല്ല അമ്മക്കെ. പിന്നെ നോമ്പ് തുറന്ന് രാത്രി തന്നെ ഞാൻ നോക്കുമ്പോ ഒരാള് സ്റ്റൂളിന്റെ മുകളിൽ കേറിക്കുണ്ട്. എടുക്കാതെ കുറെ പാത്രങ്ങളുണ്ട്, നോമ്പിന് മാത്രം പുറത്ത് പറഞ്ഞു. നോമ്പ് തുറക്കണം. നമുക്ക് പണ്ടേയുള്ള ശീലമാണ് വീട്ടിലെന്തെങ്കിലും പരിപാടി ഉണ്ടാവുകയാണെങ്കിൽ വേറെ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി തലേന്ന് തന്നെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അത്യാവശ്യമുള്ള ട്രേകളും സ്പൂണും ജഗ്ഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ കട്ട്ലേറ്റിനും സമൂസക്കൊക്കെ ഉള്ള കൂട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനി. ഇതെല്ലാം കഴിഞ്ഞതാ പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ എല്ലാവരും എത്തിട്ടോ. ഫുൾ ടീം വീട്ടിലെത്തിയതാ, സെറ്റായിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ആരെ വീട്ടിൽ ഏത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ച് വന്ന് മൊത്തമായിട്ട് സെറ്റാക്കിട്ടോ. നല്ല രസമാണ് എല്ലാവരും കൂടി കൂടുമ്പോൾ. ഇന്നെന്താ പരിപാടി മനു അവിടെ പറയും? ആരതാ നോമ്പ് തുറ? ആരെ നോമ്പറപ്പിക്കണ ഇവിടെ? ആരെ പരിപാടിയാ? എന്താ അടുക്കളയിൽ? ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന എല്ലാ കഥാപാത്രങ്ങളും എൻ്റെ ഒപ്പൻ്റെ അനിയന്മാരും ഓരോ ഭാര്യമാരും ഓരോ മക്കളും. ഈ വത്തൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്ന ആളില്ലേ, ഒന്ന് ഇന്ന് വരെ കത്തി പോലും എടുത്തില്ല. പരിപാടി കഴിഞ്ഞ എൻ്റെ ഷോള് പറയണുണ്ടായിനി എൻ്റെ കൈമലൊക്കെ മുറിയുണ്ട് എന്ന്. അതായത് വീട്ടിലൊരു പരിപാടി ഉണ്ടെങ്കിൽ ഒരാൾ പോലും വെറുതെ ഇരിക്കൂല, എല്ലാവർക്കും പണി കൊടുക്കും, പണി ഉണ്ടാവും നല്ലട്ട് അർത്ഥം. പക്ഷെ എല്ലാവരും കൂടി സഹകരിച്ച് നല്ല രസമാക്കിയിട്ടാണ് എല്ലാ പരിപാടിക്കും കൂടുക. അതിന് എൻ്റെ ഫാമിലി വ്ളോഗുകൾ വേറെയുണ്ട്, അതൊക്കെ കണ്ടോൾക്ക് മനസ്സിലാകും. ഇവിടുത്തെ വീട്ടുകാരല്ലാതെ പിന്നെ വരാനുള്ളത് എൻ്റെ കെട്ടിയൻ്റെ വീട്ടുകാരാട്ടോ. വൈകുന്നേരം ഏകദേശം എല്ലാ സാധനങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു. ഇതാ ഈ കാണുന്ന സുന്ദരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എൻ്റെ ഉമ്മൻ്റെ അമ്മ. ഉമ്മൻ്റെ വീട്ടുകാരുണ്ടേ. സുന്ദരിനെ എല്ലാവരും കാണട്ടെ. ഫൈനൽ പ്രിപ്പറേഷൻ അങ്ങനല്ല, എടുത്തെടുത്ത് സൽക്കാരത്തിന് ഞാനവിടെ കൊണ്ടാക്കി വീട്ടിലവിടെ അവിടെ ഉണ്ട്. ഞാൻ എപ്പോഴും നോക്കാലും പോകുമ്പോൾ അവിടെ വീട്ടിൽ നോക്കിയിട്ടേ പോകും. അവിടെ അവിടെ ഉണ്ട് അല്ലേ? ആ ആയിക്കോട്ടെ.
എന്താളും ഞങ്ങളേ ആ പുതിയ പരിചയമില്ല. സുഹൃത്തുക്കളാ ആ സുഹൃത്തുക്കളാണ്. അത് ശരി. ആ. അവിടെ പറയും നമ്മളെ വീടാ കാണുന്നത്, ഓളെ വീടാ കണ്ടിട്ടോ. എങ്ങനെ പരിചയം എപ്പോഴും പരിചയം. എപ്പോഴും അങ്ങനെ നമ്മളെ വീട്ടിലെ നോമ്പുത്തറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാത്രമായ സമയത്ത് ഞങ്ങളൊരു ചർച്ച എന്താന്ന് വെച്ചാൽ ഈ നോമ്പുത്തറ കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഞങ്ങൾ കക്കാടംപൊയിൽ റിസോർട്ട് എടുത്തിട്ട് അവിടെ പോയി നോമ്പ് തുറക്കാൻ തീരുമാനിച്ചു. അപ്പൊ നോമ്പ് തുറക്കാരൊക്കെ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരും അങ്ങനത്തെ ചർച്ചകളായിരുന്നു. പോരാത്തിന് നടന്ന ഈ പരിപാടിന്റെ ഫീഡ്ബാക്കും. പരിപാടിക്ക് കട്ട്ലേറ്റ് സമൂസ ഉണ്ടാക്കിയത് എന്റെ രണ്ടാളാമാരാണല്ലോ. അതിൽ ഓല് ഫില്ലിങ്സ് കുറച്ച് വെച്ച് പിശുക്കി എന്നും പറഞ്ഞിട്ടേനു ആദ്യത്തെ കച്ചറ. എല്ലാ നോമ്പ് തുറക്കും കുഞ്ഞുകുഞ്ഞാനോട് നടന്നൊക്കെ വൈകല്യല്ല കട്ട്ലറ്റ് നോക്കുമ്പോ എന്തായാലും ക്ഷേമാമി കൂടി ആക്കണം. വേണ്ട ഉന്നക്കായി തന്ന സാധനം ഇല്ലേ? രണ്ട് മരക്കളെയും കൂടി തൽക്കാലം ഓള് നോക്കിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കാം. ഞാൻ എന്തേനി നെയ്ച്ചോറല്ലേ, ഗീ റൈസ്. ബൈ ബൈ. ലുബൈന സി എന്താണ്
ചിക്കൻ കറി ചിക്കൻ ഗ്രേവി സമൂസ ചിക്കൻ കറി അതന്നുള്ളല്ലേ ഫ്രൂട്ട്സ് ഷെയ്മാമ എന്താണ് ആ ഫ്രൂട്ട്സ് കൊടുക്കാം മനസ്സില്ലാ മനസ്സോടെ പറയണേ സമൂസ ഷെയ്മാമ സമൂസ പിന്നെന്താ സ്നാക്സ് ഇത് സ്നാക്സ് ചെറിയ ലെവലുണ്ടായിക്കോട്ടെ വെറും സമൂസ സ്നാക്സ് ഇനി റാണി ഷെയ്ക്ക് വത്തക്ക ഷേക്ക് അങ്ങനെ ഇതാ ഇതാക്കല്ലേ വത്തക്ക അത് പറഞ്ഞപ്പോൾ ഓർമ്മ ഐസ്ക്രീം കൊണ്ടുവന്നോട്ടെ അല്ലേ ഓളെ വക ഒരു ഐസ്ക്രീം വത്തക്ക ഷേക്ക് ഐസ്ക്രീം കസ്റ്റാർഡ് ഒന്നും വേണ്ട നമുക്ക് പെരുന്നാൾ കക്കറാനി അതാ പറയണ്ട് നിങ്ങള് നേരത്തെ പത്തിരി പാൻകേക്ക് നീന്ത വില കുറയും കായ്പോള നീന്ത അങ്ങനെയല്ലേ പറയല് കായ്പോള ബനാന പോള നിങ്ങളുടെ എല്ലാവരും ഞാൻ ലോക്കലാക്കി ചെയ്ത് എന്ത് ബനാന നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയാലുള്ള അവസ്ഥ. അത്രയും രസമാണ്. എനിക്കെന്റെ കല്യാണം കഴിഞ്ഞ് പോയാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുമെന്ന് ഞാൻ പേടിച്ചതും ഈ ഒരു കൂടിച്ചേരലാണ്. വീടെല്ലാവരും അടുത്തടുത്താണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ കൂടുമ്പോൾ അതൊരു പ്രത്യേക രസമാണ്. ഇതിലിപ്പോ കംപ്ലീറ്റ് ഫ്രെയിം ആയിട്ടില്ല. ബ്രദറും ഫാമിലിയും പുറത്താണ്, കസിൻ പുറത്താണ്. എല്ലാരും കൂടി വരുമ്പം ഇതൊന്നും അല്ല അവസ്ഥ. എന്തായാലും ചർച്ച നടന്ന പോലെ തന്നെ ഞങ്ങൾ കക്കാടംപൊയിൽ റിസോർട്ടിൽ പോയി നോമ്പൊക്കെ തുറന്നിട്ടോ. ഇനിയും ഞങ്ങൾ അങ്ങനത്തെ നല്ല നല്ല മൊമെന്റ്സ് ആയിട്ട് വീണ്ടും കാണാം.